ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഞാൻ എൻ്റെ കരിപിടിച്ച അലൂമിനിയം പാത്രങ്ങളും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ പാത്രങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈയിടെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കുറേ കാലം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. അന്ന് നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിനെ പറ്റി അത്ര അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒരു വെളിച്ചമില്ലാത്ത ഭാഗത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാത്രം ഭയങ്കരമായിട്ട് കറുപ്പ് കളറിൽ കാണുന്നുണ്ട്. അലൂമിനിയം പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് സെബീനപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരയ്ക്ക്, കുറച്ച് വൃത്തി വെടിപ്പൊക്കെ വരട്ടെ എന്നാണ് സംഭവം. നമ്മൾ എപ്പോഴും സെബീനപ്പൊടി അല്ലെങ്കിൽ ഫയറി ആയാലും ഇനിയിപ്പോൾ വിംബാറായാലും എല്ലായിട്ടും നമ്മൾ ഉരയ്ക്കാറുണ്ട്. അത് വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കറുത്തായി കാണുന്നത്. പിന്നെ അലൂമിനിയം പാത്രം 10 കൊല്ലം ഉപയോഗിച്ചാൽ അതിൻ്റെ കോലം എന്താവും എന്നുള്ളത് ഏതൊരാൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നല്ല പാത്രങ്ങൾ വാങ്ങണമെന്നും അതുപോലെ തന്നെ നല്ല പാത്രങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് തന്നെയായിരിക്കും ഒരു യൂട്യൂബറായിട്ടുള്ള വീട്ടമ്മ കരുതാറ്. പക്ഷേ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തവരും അത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതല്ലേ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ മിക്ക വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലത്തെ അലൂമിനിയം പാത്രങ്ങളൊക്കെ. ഹസ്ബൻഡ് തരുന്ന പൈസയും അല്ലെങ്കിൽ എൻ്റെ ഉമ്മേൻ്റെ ഉപ്പൊക്കെ തരുന്ന പൈസ ഞാൻ എടുത്ത് വെച്ച് ശീലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ശീലം ഉണ്ടായിരുന്ന കുറച്ച് പൈസ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏതായാലും പോകാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തിരങ്ങാടി യാരൻ്റെ മുൻപിലൂടെ വേണം പോകാൻ. അപ്പോൾ യാരിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര ഒരുക്കിയത് തന്നെ. യാരിൽ ഓഫർ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുക്കൂട്ടി വെച്ച പൈസ 2000 രൂപ കയ്യിലുണ്ട്. അത് വെച്ചൊരു സ്റ്റീലിൻ്റെ കുക്കറും ഒരു ദോശക്കല്ലും, അതായത് ഇരുമ്പിൻ്റെ ദോശക്കല്ലും വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇനിയിപ്പോൾ കരി പിടിച്ച അലൂമിനിയം പാത്രങ്ങളും കോട്ടിങ്ങും പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും വെച്ചിട്ട് വീഡിയോ ചെയ്യും വേണ്ട. നല്ല പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നല്ല പാത്രങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങാനായിട്ട് പോയത്. അപ്പോൾ ഏതായാലും യാരയിൽ കയറിയപ്പോൾ നല്ല ഓഫറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്ത് 1100 രൂപക്ക്. അതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മാക്ക് 5 ലിറ്ററിൻ്റെ കുക്കറും കൂടി വാങ്ങിക്കൂടായിരുന്നു, എനിക്ക് എൻ്റെ കുക്കറും കേടെന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾക്ക് 5 ലിറ്റർ വേണം, എനിക്ക് 3 ലിറ്റർ വേണം. അപ്പോൾ അവിടെ ഇംബെക്സിൻ്റെ 3 കുക്കറുണ്ട് 2500 രൂപക്ക്. 5 ലിറ്ററിൻ്റെ സെപ്പറേറ്റ് വാങ്ങണമെങ്കിൽ 1500 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഓഫർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനതിൽ തിരിച്ച് പോകുമ്പോൾ വാങ്ങിയിട്ട് പോകാം. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴോ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ഈ 3 കുക്കറും കൂടി വാങ്ങി. അപ്പോൾ നമുക്ക് 2500 രൂപയ്ക്ക് ലാഭമല്ലേ. 1100 രൂപ 3 ലിറ്ററിന് കൊടുക്കണം, 1500 രൂപ 5 ലിറ്ററിന് കൊടുക്കണം. അപ്പോൾ 2600 രൂപയ്ക്ക് നമ്മൾ 2 കുക്കർ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നുള്ളൂ. നമ്മൾ 3 കൂടി ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് 2500 രൂപയ്ക്ക് 3 കുക്കർ കിട്ടും. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടിപൊളി കുക്കറാണ്, നല്ല കനമുണ്ട്. അതുപോലെ തന്നെ 5 ലിറ്ററിനും 3 ലിറ്ററിനും സെപ്പറേറ്റ് അതിന് മൂടി വരുന്നുണ്ട്. 3 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ മൂടി തന്നെ നമുക്ക് 2 ലിറ്ററിൻ്റെ കുക്കറിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ള 1100 രൂപേൻ്റെ 3 ലിറ്റർ കുക്കർ തിരിച്ചു കൊടുത്തിട്ടാണ് ഈ 3 കൂടി വരുന്ന കുക്കറുകൾ വാങ്ങിയത്. പിന്നെ ഇത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒട്ടിപ്പ് വരാത്ത തരത്തിലുള്ള ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങുക തന്നെയാണ്. പക്ഷേ എൻ്റെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഞാനൊരു ഹിന്ദി യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള പാത്രങ്ങൾ വാങ്ങരുത് എന്നുള്ളത്. കാരണം കുറേ കാലം കഴിയുമ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങോട്ട് കൊഴിഞ്ഞു പോകുന്നൊക്കെ അതിങ്ങനെ തെളിവ് സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ഓഫർ ഇതായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം എനിക്കും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല പാത്രങ്ങൾ കാണിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇനി ചീത്തയാക്കാൻ വയ്യാത്തതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഈ 3 കുക്കറുമ്പോഴും അടിയിൽ ഇതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇൻഡക്ഷൻ കുക്കറുമ്പോൾ എല്ലാ അടുപ്പത്തും വെക്കാം, ഇൻഡക്ഷൻ കുക്കറിലും വെക്കാം, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പുമ്പോഴും വെക്കാം, എല്ലായിടത്തും വെക്കാം കേട്ടോ. നല്ല അടിപൊളി കുക്കറാണ്. അതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ വേറെ നെഗറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ഞാനിത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് 2-3 ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ റിവ്യൂ കൂടി ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കുക്കറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി, നല്ല കനമുള്ള, നല്ല കാണാനും നല്ല സ്റ്റൈലായിട്ടുള്ള കുക്കർ തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം വിട്ടോളി. സെപ്റ്റംബർ 30 വരെ മാത്രം യാരയിൽ ഓഫറുള്ളൂ. ഇനി ഇതിനെക്കാട്ടി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രൈപ്ലൈ കുക്കർ വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. വാങ്ങിക്കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തിയപ്പോൾ ഞാനൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിരുന്നു, ടിക്കുന്ന കാര്യം സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. അലൂമിനിയം ഇനി കുറച്ച് നേരം അടുപ്പത്ത് നിന്ന് ചൂട് കൊണ്ടാലും അലൂമിനിയം വികസിച്ചിട്ട് അത് കുറച്ച് നേരം കൂടി ഹോൾഡ് ചെയ്ത് വെക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെയല്ല, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സത്യമാണോ നുണയാണോ എന്ന് അറിയുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ യാരിയിൽ നടക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30 വരെ ഉള്ളൂ കേട്ടോ. ഇതിന് മാത്രമല്ല പല സാധനത്തിനും അവിടെ ഓഫറുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റംസുകൾ
പാത്രങ്ങളൊക്കെ കുറഞ്ഞ വിലക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ, ഇറച്ചി മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്. എനിക്ക് ആവശ്യമുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാനിത് കുക്കറുകളും പിന്നെ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളും മാത്രം കാണിക്കുന്നുള്ളൂ. ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഇതിൽ ദോശക്കല്ല് മാത്രം ഞാൻ യാരിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതിനൊന്നും ഓഫറില്ല കേട്ടോ. ഇരുമ്പിൻ്റെ പാത്രങ്ങൾക്കൊന്നും ഓഫറില്ല. ഇതിന് 380 രൂപയാണ് കേട്ടോ കൊടുത്തത്. 10 ഇഞ്ചാണ് ഈ ദോശക്കല്ല്. പിന്നെ നല്ല കനമുണ്ട് കേട്ടോ. വാങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു എന്ന് മാത്രം. എൻ്റെ പഴയ പാത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നല്ല പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാനുള്ളൊരു ഇത് അത്രയേ ഉള്ളൂ. പിന്നെ ഈ ചീനച്ചട്ടി ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ കിടന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് നന്നാക്കി വെച്ചാണ്. ഇപ്പം ഞാൻ അതിലാണ് കറികൾ അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറ്. അതെനിക്ക് ഫ്രീ കിട്ടിയതാണ് എന്നർത്ഥം. ഇത് കാസ്റ്റ് അയണെന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അതൊരു വലിയ കനമില്ലാത്ത ഒരു നല്ല അത്യാവശ്യം കനമുള്ളൊരു ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ്. ദോശ പാൻ എന്നൊക്കെ പറയും. ഇത് ഞാൻ 250 രൂപ കൊടുത്ത് വേറെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. 12 ഇഞ്ച് വീതി ഉണ്ട്. എൻ്റെ അടുത്തുള്ളത് ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഇത് വലിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്ന സമയത്ത് ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും ചൂടെത്താത്തതുകൊണ്ട് തന്നെ ഒരു ദോശ നന്നാവുന്നില്ല. പിന്നെ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ തൊലിയൊക്കെ കൈമ ഒട്ടി പിടിക്കുകയാണ്. ദോശ ഒട്ടി പിടിച്ചിട്ട് ആകെ ഇടങ്ങാറായിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത് ദോശക്കല്ല് വേറെ വാങ്ങിയത്. ഇനിയിപ്പോൾ ഇതിൽ പത്തിരി ചപ്പാത്തിയൊക്കെ ചുടാനായിട്ട് മാത്രം പറ്റുള്ളൂ. ഇനി കുക്കറിൻ്റെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ കുക്കറൊന്ന് കുക്കിച്ച് നോക്കി. 3 കുക്കറും സൂപ്പറായിട്ട് തന്നെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ 3 ലിറ്ററിൻ്റെ കുക്കറിൽ കുറച്ച് ഇറച്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമുണ്ട്. ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അധികം വെള്ളമെന്നല്ല പറയുന്നത്, കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റീലിൻ്റെ കുക്കർ അടിക്ക് പിടിക്കുന്നുണ്ട്. ഞാനിനി പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ട് എടുത്തത് കൊണ്ടാണോന്ന് അറിയില്ല, അധികം അങ്ങോട്ട് അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും അടിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ലപോലെ ഉരച്ചിട്ടൊന്നും അത് പോകുന്നില്ല. ഇങ്ങനെ കറ പോലെ ആയി വരുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ കുറഞ്ഞതായിട്ട് കാണുന്നുള്ളൂ. ഞങ്ങൾ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റീലിൻ്റെ കുക്കർ അടിക്ക് പിടിക്കുന്നു ഇപ്പോൾ മനസ്സിലായി. ഇനി എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം മതിയായിട്ട് ഇല്ലാഞ്ഞിട്ടാണോ, അതുപോലെ തന്നെ മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അടിയിലോട്ടി പിടിക്കാനുള്ള സാധ്യത ഭയങ്കര ഏറെയാണല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ സ്റ്റീൽ കുക്കർ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. ചിലപ്പോൾ ഇനി സ്റ്റീൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും ഈ ഒരു പ്രശ്നം എന്തായാലും ഇങ്ങനത്തെ ഈ സംഭവത്തിനുണ്ട്, അടിക്ക് പിടിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ തന്നെ ഓട്ടോട്ടായി വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അതൊക്കെ ഒരു കറുത്ത കുത്തുകളായിട്ട് കാണും. സ്റ്റീൽ നമ്മൾ എത്ര കാലം ഉപയോഗിക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ വരില്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. അടിയിൽ പിടിക്കും, അത് നമ്മൾ ഉരച്ച് കൈകണ്ടി വേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ കുക്കറിൻ്റെ ബോക്സുമേൽ ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ളത് 6000 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ആരൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ 2890 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2899. പക്ഷേ നമുക്കിത് 2500 ഓഫർ തരുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള വേങ്ങര, കൊടിഞ്ഞി ആ ഭാഗത്ത്, തിരങ്ങടി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ. ഇതിന് മാത്രമല്ല പലതരത്തിലുള്ള ഓഫറുകൾ അവിടെ ഉണ്ട്. ഒരുപാട് സാധനത്തിൻ്റെ ഓഫറുണ്ട്. സെപ്റ്റംബർ 30 വരെ മാത്രമേ ഉള്ളൂ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എന്നെ പോലെ കുറഞ്ഞ പൈസ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, നല്ല പാത്രങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം.